ഒരു നാടിനെ ഒന്നാകെ ഏറെക്കാലമായി യാത്രാ ദുരിതത്തിലാക്കിയിരുന്ന കരിനിലം പശ്ചിമ കുഴിമാവ് റോഡിന്റെ റീടാറിംഗ് ആരംഭിച്ചു. 1.25 കോടി രൂപ മുടക്കിയാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 7 വർഷത്തോളമായി തകർന്നു കിടന്ന റോഡ് നവീകരിക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. റോഡ് സംരക്ഷണ സമിതി എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ച് ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകുകയും അധികാരികൾ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ഫലപ്രാപ്തി എന്നോണമാണ് ഇപ്പോൾ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കരിനിലത്തു നിന്നും ആരംഭിച്ച പശ്ചിമ കൊട്ടാരംകട വഴി കുഴിമാവിൽ അവസാനിക്കുന്നതാണ് ഈ റോഡ്. മുൻപ് റോഡ് ടാർ ചെയ്യുന്നതിന് ടെൻഡർ വിളിച്ച് കരാർ നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ പാതി വഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ചതോടെ റോഡിന്റെ നവീകരണം പ്രതിസന്ധിയിലായി. ഇതിനെ തുടർന്ന് ഏറെ നാളായി നിയമക്കുരുക്കിലും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാതെയും കിടന്നിരുന്ന കരിനിലം കുഴിമാവ് റോഡിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രദേശവാസികളുടെ നാളുകളായുള്ള കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായതെന്ന് റോഡ് സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ കരിനിലം കൊട്ടാരംകട റോഡിൻ്റെ റീടാറിങ് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 2019 മുതൽ 7 വർഷക്കാലം നീണ്ടുനിന്ന ഒരു സഞ്ചാരയോഗ്യമല്ലാതായി കിടന്ന ഒരു റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ഏറെ നാളത്തെ പരിശ്രമം അവിടുത്തെ ജനങ്ങൾ തുടർച്ചയായിട്ടുള്ളൊരു സമരം 1.5 വർഷക്കാലം സമരം നടത്തുകയും ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തി MLAയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും MLA ഈ കാര്യത്തിൽ ജനങ്ങൾക്കോടൊപ്പം നിൽക്കാമെന്നുള്ളൊരു വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് 1.25 കോടി രൂപ അനുവദിച്ച് പണി ആരംഭിക്കാനായിട്ട് ടെൻഡർ എടുക്കാനായിട്ട് ആളുകൾ സ്ഥലം സന്ദർശിക്കുന്ന വേളയിൽ ഈ ഫണ്ട് കൊണ്ട് റോഡ് ടാറിങ് നടക്കില്ല, അതിൽ 5 കിലോമീറ്ററേ നടക്കാൻ പറ്റും, ബാക്കി 2 കിലോമീറ്റർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ റോഡ് സംരക്ഷണ സമിതി തന്നെ നേരിട്ട് ജോയി എന്ന് പറയുന്ന ചേട്ടനുണ്ട്, നമ്മുടെ റോഡ് സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി അജയ് ജോസഫ് എന്ന് പറയുന്ന ചേട്ടൻ്റെ ഫാദർ ജോസഫ് ചേട്ടൻ മുൻകൈ എടുത്ത് 4-5 കോൺട്രാക്ടർമാരെ നേരിൽ പോയി കാണുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അതിലൊരു കോൺട്രാക്ടർ റോഡിൻ്റെ പണി ഏറ്റെടുക്കാമെന്ന് സന്നദ്ധ അറിയിക്കുകയും എന്നാൽ നിലവിലുള്ള വീതിയിൽ പണി പൂർത്തീകരിക്കാനുള്ള ഫണ്ട് ഇല്ലാത്തതിനാൽ ആ റോഡിൻ്റെ പണി വീതി കുറച്ചുകൊണ്ട് 3.80 വീതി ഉണ്ടായിരുന്ന റോഡിന് 3.40 ആക്കി ചുരുക്കിക്കൊണ്ട് ആ റോഡ് പണി ഏറ്റെടുക്കാനുള്ള സന്നദ്ധ അറിയിക്കുകയും MLA അടുത്ത ഘട്ടത്തിൽ റോഡിൻ്റെ 2 വശങ്ങളിലും കോൺക്രീറ്റ് ചെയ്യാനുള്ള ഫണ്ട് അനുവദിച്ചു തരാമെന്നുള്ള ഉറപ്പിന്മേലും 3 വർഷത്തിനുള്ളിൽ BMTC നിലവാരത്തിലേക്ക് ഉയർത്താമെന്നുള്ള ഉറപ്പിന്മേലും അദ്ദേഹം ആ കോൺട്രാക്ട് പണി ഏറ്റെടുക്കുകയും 1 വർഷത്തെ പരിപാലന കാലാവധിയിൽ 3.4 മീറ്റർ വീതിയിൽ മാത്രം ഈ റോഡ് പണി നടത്തുകയാണ്. ആ റോഡ് പണിക്ക് സാങ്കേതിക തടസ്സങ്ങളായിട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സമരത്തെ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കുറേയധികം ആളുകളെ നമ്മൾ ഇതിലേക്ക് കണ്ടു. ഈ സമരത്തിന് പിന്തിരിപ്പൻ നയങ്ങളുമായിട്ട് വന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന കുറേയധികം ആളുകളെ കണ്ടു. പക്ഷേ ഇവരുൾപ്പെടുന്ന ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡ് ഗതാഗത യോഗ്യമാകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായിട്ടുള്ള ഒരാൾ ഞാനാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൻ്റെ പേരിൽ ഫണ്ട് പിരിച്ചെന്നും ഞാനിതിൻ്റെ പേരിൽ ഈ നാട്ടിലില്ലാത്ത ഒരാളാണ് ഈ റോഡിന് വേണ്ടി ഇറങ്ങി തിരിച്ചെന്നൊക്കെ പറഞ്ഞുള്ള സംസാരം വരെ അല്ലെങ്കിൽ പത്രവാർത്തകൾ വരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. കേരളത്തിൽ ഏത് റോഡിൽ കൂടെ ഏതൊരാളും പോകുന്നതാണ്. ഏത് റോഡിൽ കൂടെ നമ്മൾ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ പ്രദേശവാസികൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഇടങ്ങളിലും എല്ലാ ആളുകളും സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ഇടപെടലാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചുകൊണ്ടാണ് സമരസമിതി മുന്നോട്ട് പോയിട്ടുള്ളതെങ്കിൽ ആ വേദനയ്ക്കൊക്കെ സമരസമിതിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഒരു മാപ്പ് ചോദിക്കാനും തയ്യാറാണ്. പക്ഷേ ഈ റോഡിൻ്റെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ ഈ നാടിനൊപ്പം നിന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കൊപ്പം നിന്നുള്ളൂ. അവർക്കെല്ലാവർക്കും നന്ദി അറിയിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്ന 1-2 ദിവസത്തിനുള്ളിൽ ഈ റോഡ് പണി പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ട് ഉള്ളൊരു ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോൾ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റിംഗ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിക്കുമെന്നും വരും വർഷങ്ങളിൽ BM&BC നിലവാരത്തിൽ ആധുനിക രീതിയിൽ റോഡ് നവീകരിക്കുമെന്നും MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന കരിനിലം പശ്ചിമ കുഴിമാവ് റോഡ് ഏറെ പ്രതിസന്ധികളും സാങ്കേതിക തടസ്സങ്ങളും മൂലം റീടാറിങ് നടത്താൻ കഴിയാതെ ഏറ്റവും ദുഷ്കരമായ യാത്രാ സാഹചര്യവും
ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. മുൻപ് റോഡ് നിർമ്മാണം ഏറ്റെടുത്തിരുന്ന കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോവുകയും തുടർന്ന് കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം മൂലം റോഡ് കൂടുതൽ നാശനഷ്ടം സംഭവിക്കുകയും തുടർന്ന് മുൻപ് അനുവദിച്ച പണം കൊണ്ട് റോഡ് ടാറിങ് കഴിയാതെ വരികയും അതേ തുടർന്ന് ഗവൺമെൻറ്റിലും നിയമസഭയിലുമെല്ലാം വിഷയം പലതവണ അവതരിപ്പിച്ച് അധികമായി ഫണ്ട് അനുവദിപ്പിച്ച് ഏതാണ്ട് 1.25 കോടി രൂപ അനുവദിപ്പിച്ച് കരിനിലം പശ്ചിമ കുഴിമാവ് റോഡിൻ്റെ സാങ്കേതിക തടസ്സങ്ങളും പ്രതിസന്ധികളും എല്ലാം മറികടന്ന് റീടാറിങ് നടത്തുകയാണ്. ആ റീടാറിങ് സന്ദർശിക്കുന്നതിനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതാണ്ട് 3-4 ദിവസം കൊണ്ട് റീടാറിങ് പൂർത്തീകരിച്ച് കരിനിലം പശ്ചിമ കുഴിമാവ് റോഡ് ഗതാഗത യോഗ്യമാക്കി നാടിന് സമർപ്പിക്കുകയാണ്. തുടർന്ന് ഈ റോഡ് കൂടുതൽ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സൈഡ് കൂടുതൽ വീതിയെടുത്ത് ആവശ്യമായ ഇടങ്ങളിൽ കോൺക്രീറ്റിങ്ങും മറ്റനുബന്ധ പണികളും നടത്തി റോഡ് കൂടുതൽ വീതിയാക്കുകയും അടുത്ത ഘട്ടത്തിൽ ഇത് BMBCയിലേക്ക് നിലവാരം വർദ്ധിപ്പിച്ച് വീണ്ടും പുനഃടാറിങ് നടത്തുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വർഷങ്ങളായുള്ള മേഖലയിലെ ജനങ്ങളുടെ യാത്രാ ക്ലേശത്തിനാകും പരിഹാരമാകുക. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.